ഇന്നിപ്പോൾ എന്താണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വളരെ നിർണായകമായ ഒരു വിധി ഉണ്ടാകുന്നു. താങ്കളുടെ ഇടപെടലാണ് അതിൻ്റെ വ്യവഹാര വഴി അത്രത്തോളം പുരോഗമിച്ചത്. ഇന്നിപ്പോൾ കർണാടകയിൽ ഉണ്ടാകുന്ന വിധി അത് മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക്കിനും വീണ വിജയനും മാത്രമുള്ള തിരിച്ചടിയാണോ അതോ മുഖ്യമന്ത്രിക്കുള്ള തിരിച്ചടിയാണോ ഷോൺ? മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ കാലം നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങളും നമുക്കറിയാം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒന്ന് പറഞ്ഞ് കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞു, അതിനുശേഷം മടിയിൽ കനമില്ലെന്ന് പറഞ്ഞു, അതിനുശേഷം തല ഉയർത്തിപ്പിടിച്ച് നടക്കുമെന്ന് പറഞ്ഞു, ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് മാത്രമാണ് മകൾ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി തുടങ്ങിയെന്ന് പറഞ്ഞു. ഇതെല്ലാം നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്തത്. ഇപ്പോൾ ഈ വിഷയത്തിൽ എക്സാലോജിക് കമ്പനി വഴി മുഖ്യമന്ത്രിക്ക് കിട്ടാനുള്ള പണം അല്ലെങ്കിൽ അഴിമതി പണം എക്സാലോജിക്കിലൂടെ ഒരു വിഹിതം മാത്രം വന്നിട്ടുള്ളൂ. എൻ്റെ അന്വേഷണം എന്ന് പറയുന്നത്, എൻ്റെ പരാതി എന്ന് പറയുന്നത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന് ഉള്ളിലല്ല നിൽക്കുന്നത്. 2019 അങ്ങനെ ഒരു ഉത്തരവ് വന്നതിന് 19 വരെയുള്ള കാലഘട്ടത്തിലെ വിഷയങ്ങളാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിഗണന വന്നത്. ആ 19 ശേഷം ഇന്നലെ വരെയും അല്ലെങ്കിൽ 2023 ഡിസംബർ 18 വരെയും ഈ അനധികൃത ഇടപാടുകൾ തുടരുന്നുണ്ടായിരുന്നു. അപ്പോൾ 19 വരെ മേടിച്ചത് അത്രയാണെങ്കിൽ 19 ശേഷം 23 ഡിസംബർ വരെ എന്തൊക്കെ ആരൊക്കെ വാങ്ങിക്കൂട്ടി ഇതെല്ലാം ജനം അറിയണ്ടേ? ഇതെല്ലാം നമ്മുടെ സ്വത്തല്ലേ? ഇവിടെ പെൻഷൻ കൊടുക്കാൻ കാശില്ല, പോലീസ് വണ്ടിക്ക് ഡീസൽ അടിക്കാൻ കാശില്ല, പാവപ്പെട്ടവന് വീട് പണിയാൻ കാശില്ല, ഇവിടെ പൊതുകാര്യങ്ങൾക്ക് കോൺട്രാക്ടർമാർ പണ്ട് ഞാനൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, കോൺട്രാക്ടർമാർ വർക്ക് എടുക്കുന്നില്ല, കാരണം വർക്ക് എടുത്താൽ സർക്കാർ പൈസ കൊടുക്കലെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ദാരിദ്ര്യത്തിലേക്ക് സർക്കാർ നീങ്ങുമ്പോൾ ഇവിടെ കേരളത്തിന്റെ തനത് സ്വത്ത്, കേരളത്തിന്റെ സ്വന്തം സ്വത്തായ, കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വത്തായ കരിമണല് ഇവിടെ മുഖ്യമന്ത്രിയും കുറെ ആളുകളും കൂടെ കൊള്ള ചെയ്ത് മറച്ചു വയ്ക്കുന്നു. ഇവിടെ പാവപ്പെട്ടവൻ ഇവിടെ ജീവിക്കാൻ മേലാതെ നാട് വിടുന്നു. ഇതിനൊക്കെ ഒരു അറുതി വേണ്ടേ? അതുകൊണ്ട് തന്നെ ഇത് ഒരു CMRLോ KSIDCയിലോ എക്സാലോജിക്കിലോ വീണാ വിജയനിലോ പിണറായി വിജയനിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അന്വേഷണം പോകേണ്ടതായിട്ടുണ്ട്. ഈ കേരളത്തിന്റെ ധാതുമണലിനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ സ്വത്തായി തിരികെ പിടിക്കേണ്ടതായിട്ടുണ്ട്. ഷോൺ, ഈ SFIO അന്വേഷണ പ്രഖ്യാപനത്തിന് ശേഷം CPMന്റെ വളരെ വികറസായുള്ള പ്രതികരണങ്ങൾ, പ്രതിരോധം തീർക്കുന്ന പ്രതികരണങ്ങൾ കണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയ ഈ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു അത് ആ കമ്പനിയുടെ ഉടമസ്ഥയും വിശദീകരിക്കട്ടെ എന്നാണ്. CPMന്റെ പ്രതികരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടോ ഷോൺ? ഒന്ന്, SFIO എന്ന് പറയുന്ന ഏജൻസിയുടെ അന്വേഷണം, അതിന് SFIO എന്നുള്ള ഏജൻസിയുടെ അധികാരങ്ങൾ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായും ആകുലതകൾ ആർക്കും സ്വാഭാവികമാണ്. അത് മാത്രമല്ല, ജനുവരി 31 SFIO ഓർഡർ എൻക്വയറി ഓർഡർ ചെയ്യുന്നത്. അതിനുശേഷം ഏറെക്കുറെ 4-5 വർക്കിംഗ് ഡേ കിട്ടിയിരുന്നു. പക്ഷെ ആ വർക്കിംഗ് ഡേയിൽ എവിടെയും ഇത്തരത്തിലുള്ളൊരു അന്വേഷണം, ഇത്തരത്തിലുള്ള കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ KSIDCയിലും CMRലും റെയ്ഡിന് ശേഷം വലിയ വിഭ്രാന്തിയാണ് ഈ പറയുന്ന ആളുകളുടെ ഭാഗത്തുണ്ടായത്. കാരണം ഈ 2 സ്ഥലങ്ങളിലും SFIO നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുള്ള നിർണായകമായ രേഖകൾ ആരിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നതുകൊണ്ട് തന്നെ ആകാം ഇവർക്ക് ഇത്രയും വലിയ ആകുലത ഉണ്ടാകാൻ കാരണം.